ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇടിച്ചക്ക കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുൻപ് നമ്മുടെ ഇടിച്ചക്ക കൊണ്ട് തന്നെ റെഡിയാക്കി എടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാർക്കായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നു, പോയി കാണുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കുറച്ച് ചെറിയ ഉള്ളി 2ആക്കി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് നമ്മുടെ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തത് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഇടിച്ചൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ക്യൂബാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി അങ്ങ് നല്ലപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.